ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഞങ്ങൾ ഇന്ന് ഡേ 4 ഓഫ് മേഘാലയ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്ന റെയിൻബോ ഫോൾസ് കാണാനാണ്, അല്ലെങ്കിൽ ദ ഫേമസ് നോങ്ക്രിയ ട്രെക്ക് കവർ ചെയ്യാനായിട്ട്. എല്ലാവരും പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ട്രെക്ക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരെല്ലാവരും ഓ വലിയ ട്രെക്കാണ്, അതിന് എന്താ പറയുക ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ല, ഈവൻ അവിടുത്തെ ലോക്കൽസ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നല്ലപോലെ ടൈം എടുക്കും, നല്ല ഡിഫിക്കൽട്ട് ട്രക്കാണ്, പക്ഷേ യു ഷുഡ് സീ ദാറ്റ് എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിന് പോവുകയാണ്. ചിറാപുഞ്ചിയിൽ നിന്ന് രാവിലെ മാലുംബൈ ഡ്രൈവ് ചെയ്തിട്ട് ടിർണ എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ ട്രെക്ക് ഉള്ളത്. അപ്പോൾ ടിർണയിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോയിട്ടോ. നേരത്തെ ഇറങ്ങുകയും ചെയ്തു, കാരണം വെയിൽ വരുന്നതിന് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് നേരത്തെ തുടങ്ങുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ടിർണ വില്ലേജിൽ ഞങ്ങളങ്ങനെ എത്തി. ഇതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂൾസിൽ പോകാനൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടു കേട്ടോ. കഴിഞ്ഞ 2 ദിവസം ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കാരണം സൺഡേ ഒക്കെ ആയിരുന്നു. അവിടെ സ്കൂളൊന്നും സൺഡേ ഹോളിഡേ ആണല്ലോ, സൺഡേ എല്ലാവരുടെയും ഹോളിഡേ ആണല്ലോ, അപ്പോൾ സ്കൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ വില്ലേജ് എത്തി. ഞങ്ങളുടെ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. മാലുംബൈക്ക് അറിയുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വടി കുത്തി നിൽക്കുന്ന ആളെ കണ്ടോ, ആളുടെ നിന്ന് 2 സ്റ്റിക്കും മേടിച്ച് ഞങ്ങൾ നടന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഗൈഡിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഗൈഡിൻ്റെ റേറ്റ്, ഗൈഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഗൈഡിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഗൈഡിനെ എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഗൈഡിന് വരുന്ന ചാർജ് 1000 ആണ്. ഇവിടെ കാണാനുള്ളത് ഒരു സിംഗിൾ റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്, ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ റെയിൻബോ ഫോൾസ്. ഈ 3 അട്രാക്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൽ സിംഗിൾ റൂട്ട് ബ്രിഡ്ജിൽ ഞങ്ങൾ പോയില്ല. സിംഗിൾ റൂട്ട് ബ്രിഡ്ജിൽ പോകണം എന്ന് ഉള്ളവരാണെങ്കിൽ പോവാം, പക്ഷേ എന്താ പറയുക ഒരുപാട് കാണാനുണ്ട്. എന്തായാലും ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് നമ്മൾ കാണുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞൊക്കെ തിരിച്ച് വരുമ്പോൾ വേണമെങ്കിൽ കാണാം. കാരണം ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഈ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒരു 9:30 സമയത്താണ്. തിരിച്ച് ഞങ്ങൾ എത്തുന്നത് വൈകിട്ട് 5:30. അപ്പം തന്നെ ഊഹിക്കാമല്ലോ എത്ര വലിയ ട്രക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്തത്, ഞങ്ങൾ എന്താ പറയുക കുറേ റെസ്റ്റ് ഉണ്ടായിരുന്നു, ഇടയിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജിൻ്റെ അവിടെയും റെയിൻബോ ഫോൾസൊക്കെ കണ്ട് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൂ ലഗൂണിലൊക്കെ കുറേ കളിച്ച് മാക്സിമം അവിടെ സ്പെൻഡ് ചെയ്ത് ആ സ്ഥലവും ആ വ്യൂ ഒക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഒരു ടിപ്പ് പറഞ്ഞു തരാനുണ്ടെങ്കിൽ, നിങ്ങൾ ബാഗ് ഫുൾ ഫില്ല് ചെയ്യരുത് കേട്ടോ. ബാഗ് നല്ല വെയിറ്റ് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. വെള്ളം എന്തായാലും കരുതണം. ബാക്കിയുള്ള ഫ്രൂട്ട്സ്, കുട്ടി കുട്ടി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സ്നാക്ക്, അതൊക്കെ പോകുന്ന വഴിക്കൊക്കെ കടകളുണ്ട്, അവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ബാഗ് ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ, അങ്ങനെയാണല്ലോ. ഇത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല കേട്ടോ, അവിടെ വില്ലേജ് ഉണ്ട്. ഈ വില്ലേജിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ വില്ലേജിലെ ആൾക്കാർക്ക് ടൗണിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇപ്പം ഞങ്ങൾ ഈ ഇറങ്ങുന്ന ഈ സ്റ്റീപ്പ് സ്റ്റെപ്പുകളൊക്കെ കണ്ടില്ലേ, ഇതേ സ്റ്റെപ്പുകൾ ഇറങ്ങിയും കയറിയും തന്നെയാണ് അവർ ടൗണിലേക്ക് അവർക്ക് ആക്സസിബിൾ ആവുന്നത് കേട്ടോ. എന്തായാലും എത്ര സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇറങ്ങാൻ നല്ല സുഖമാണ് കേട്ടോ, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നത് പോലെ സുഖമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും വിട്ട് ഭയങ്കര കുറവാണ്. നമ്മുടെ കാല് ഫുള്ളായിട്ട് കൊള്ളില്ല ആ സ്റ്റെപ്പിൽ, കാരണം അവിടുത്തെ ആളുകളുടെ കാല് ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്സ് അവർക്ക് പറ്റിയ പോലത്തെ സ്റ്റെപ്സാണത്. നോങ്ക്രിയാത്ത് വില്ലേജ് ആണ് ആ കാണുന്ന വില്ലേജ്. അവിടെയാണ് ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ്. ഇവിടെ നിന്ന് ഇത്ര ദൂരം ഞങ്ങളത് ഇവിടുന്ന് സ്റ്റെപ്പൊക്കെ വഴി ഇറങ്ങി എങ്ങനെ അവിടെ എത്തും. ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ജാക്കറ്റ് മഞ്ചത്ത് 2 ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും അവനോട് പറഞ്ഞു 2 ടീഷർട്ട് ഇടേണ്ട, ട്രക്കാണ്, നമ്മൾ കുറേ നടക്കുമ്പോൾ നമ്മൾ വേർക്കും, കഴിഞ്ഞ ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവൻ കേട്ടില്ല. ഇപ്പോൾ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ അവന് വേർത്തപ്പോൾ അവൻ ഒരു ടീഷർട്ട് അഴിച്ച് ബാഗിൽ വെച്ചു. പക്ഷേ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾ ബ്ലൂ ലഗൂണിലൊക്കെ വെള്ളത്തിൽ കളിച്ച സമയത്ത് ഞങ്ങൾക്കൊരു എക്സ്ട്രാ പെയർ ഓഫ് ടീഷർട്ട് വേണമായിരുന്നു, അതുകൊണ്ട് യൂസ്ഫുള്ളായി. പിന്നെ കാല് നല്ല പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്ര ഇറങ്ങിയിട്ടുള്ള കാലൊക്കെ ഇങ്ങനെ ഫുൾ ഷിവറിങ് ആയിരുന്നു. കണ്ടോ, ഇവർക്ക് ലാംഗ്വേജ് എഴുതാനുള്ള ലാംഗ്വേജ് ഇല്ല, അവരെല്ലാം ഇംഗ്ലീഷിലാണ് ഇവരുടെ ലാംഗ്വേജ് എഴുതുക. എൻ്റെ കാലൊക്കെ വിറച്ച് ഞാൻ തളർന്നു. ക്ഷീണമല്ല, പക്ഷെ കാല് വിറച്ചു. ഇത് കോഫിയാണ്. എവിടെ? ബ്രൗൺ അല്ലേ.
ഈ കാണുന്നത് ഗ്രീൻ പെപ്പർ ആണ് കേട്ടോ. ബ്ലാക്ക് പെപ്പറിൻ്റെ യൂസ് അല്ല ഇതിനുള്ളത്. ഇത് ഇവർ കഫ് സിറപ്പിനൊക്കെ ഇടുന്ന ഗ്രീൻ പെപ്പർ ആണ്. ഞങ്ങൾ ഇത്രയും നടന്ന് താഴെ എത്തിയപ്പോൾ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ തന്നെയാണ് ഇവരുടെ വീടൊക്കെ പണിയുന്നത്. ഓ ഓക്കെ, ഞാൻ അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ട് കാണിക്കാം, ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും തറയിൽ കിടക്കും. വീടൊക്കെ നോക്കിയേ, ഇവരെന്നെ പണിയുന്ന വീട്. എൻ്റെ അമ്മയെ കാലൊക്കെ. നോങ്ക്രിയ ട്രക്കിനെ പറ്റി പറയാനാണെങ്കിൽ 3000 സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എന്ന ബ്രിഡ്ജിലേക്ക് എത്താനായിട്ട്. അത് വൺ സൈഡാണ്. അപ്പോൾ തിരിച്ചു കയറുന്നതും കൂടെ ആയാൽ ടോട്ടൽ 6000 സ്റ്റെപ്സ് ആയില്ലേ. ഇനി ഇതല്ല, ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറേ ദൂരം നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോ ഫോൾസ് ഉണ്ട്. ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് വരെയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗൈഡിൻ്റെ ആവശ്യമില്ല. കാരണം റൂട്ട് ഭയങ്കര ക്ലിയർ ആണ്, സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഗൈഡിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷേ റെയിൻബോ ഫോൾസിലേക്ക് പോകുമ്പോൾ ഗൈഡ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വഴി തെറ്റാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അങ്ങോട്ടേക്ക് അങ്ങനെ പ്രോപ്പർ വഴിയില്ല. നമ്മളിങ്ങനെ കുറച്ച് മരം കയറി കുരങ്ങന്മാർ കയറുന്ന പോലെയൊക്കെ വേണം പോകാൻ. പാറയൊക്കെ ക്ലൈംബ് ചെയ്ത് കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു കേട്ടോ ആ റൂട്ട്. ഈ ട്രക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആവാനുള്ളൊരു വഴി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രക്ക് ചെയ്ത് നോങ്ക്രിയാത്ത് വില്ലേജിലെത്തി അവിടെ സ്റ്റേസ് അവൈലബിൾ ആണ്. അവിടെ അന്ന് രാത്രി താമസിച്ച് നെക്സ്റ്റ് ഡേ റെയിൻബോ ഫോൾസ് കവർ ചെയ്യുക. ഒരുപാട് ലഗേജ് എടുത്തിട്ട് നടക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് നടക്കാനുണ്ട്. നമ്മുടെ ചക്ക ചോപ്പാൻ 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 എന്നാണ് ഇവർ ചക്കയെ പറയുന്നത്. ടോട്ടൽ 4 മലകളാണ് കേട്ടോ ഉള്ളത്. ഈ 3000 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് വരെയുള്ള സ്റ്റെപ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മല കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും മോർ ദാൻ 1 അവർ, ഒരു 1.5 2 hours വീണ്ടും നടക്കാനുണ്ട് റെയിൻബോ ഫോൾസിലേക്ക് കേട്ടോ. അവിടേക്ക് ക്ലിയർ ആയിട്ട് സ്റ്റെപ്സ് ഒന്നും ആരും പറയുന്നില്ല. എന്നാലും ഇപ്പം തന്നെ ഏകദേശം ഊഹിക്കാമല്ലോ, വൺ സൈഡാണ് ഇത്ര നടക്കാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പം തിരിച്ചും കൂടെ വരുമ്പോഴേക്കും തീരുമാനമായി. നോങ്ക്രിയാത്ത് വില്ലേജ് അതിൻ്റെ ഇത്ര അടുത്തെത്തിട്ടോ, ഇനിയും പോകാനുണ്ട്. നോങ്ക്രിയാത്ത് വില്ലേജ് കാണാൻ കുറച്ചുകൂടെ അടുത്തെത്തിയപ്പോൾ കുറച്ച് സന്തോഷമായിട്ടോ, എത്താനായി. ഈ നടത്തം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നടത്തം ആയിരുന്നില്ല കേട്ടോ. കുറേയൊക്കെ ഇറക്കുകയാണെങ്കിലും തളരും കേട്ടോ, ക്ഷീണിക്കും. ഞാനിങ്ങനെ എനിക്ക് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് പല പോയിൻറ്റ്സിലും ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലാതെ പറ്റുന്നില്ല. കാരണം ആദ്യമൊക്കെ ഫുൾ ഇറക്കമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറ്റവും ഇറക്കവും മാറി മാറി വരുന്നുണ്ട്. നേരത്തെ കണ്ട ഒരു പാലം കണ്ടില്ല, തൂക്കുപാലം, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇത് സെക്കൻഡ് മൗണ്ടെയിൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പാലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഈ പാലത്തിൻ്റെ താഴത്തോട്ടേക്ക് നോക്കിയാൽ വെള്ളം കണ്ടോ എന്ത് ക്ലിയറാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ നീന്തി കളിക്കാം കേട്ടോ. അവിടെ തന്നെ ഡ്രസ്സ് മാറാൻ അവർ ചെറിയൊരു ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി ലൈഫ് ജാക്കറ്റ് തരും. നമുക്ക് അങ്ങനെ അവിടെ കളിക്കണമെങ്കിൽ അവിടെ കളിക്കാം. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും ഐഡിയൽ ആയിട്ടുള്ള കാര്യം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എത്താൻ പിന്നെയും ലേറ്റ് ആവും, പിന്നെ ഈ നനഞ്ഞ സാധനമൊക്കെ ഇട്ട് നടക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ പിന്നാലെ. കുറേ നേരം നടന്നും കുറേ നേരം ബ്രേക്ക് എടുത്തും വെള്ളം കുടിച്ചും ബിസ്ക്കറ്റ് കഴിച്ചും മാഗി കഴിച്ചും ഞങ്ങളങ്ങനെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എത്തി കേട്ടോ. ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് അല്ല ഇത് സാധാരണ വെറുതെ ഒരു സിംഗിൾ റൂട്ട് ലിവിംഗ് ബ്രിഡ്ജ് കേട്ടോ. ഇവർ ഒരു പ്രത്യേക തരം റബ്ബർ ട്രീയിലാണ് ഇവർ ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഏത് മരം വെച്ചിട്ടും ഇങ്ങനത്തെ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. റൂട്ടിനെ ടാങ്കിൾ ചെയ്ത് വെക്കും, അപ്പം അത് ആ ഡയറക്ഷനിൽ വളർന്ന് വലുതാവും. എന്നിട്ടാണ് ഇതേപോലത്തെ റൂട്ട് ബ്രിഡ്ജ് ആവുന്നത്. അടിപൊളിയല്ലേ. ഫൈനലി ഞങ്ങൾ നോങ്ക്രിയാത്ത് വില്ലേജ് എത്തിയിട്ടോ. എനിക്കപ്പം കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ. ഇവിടെ കണ്ട കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഇവർക്ക് ലിറ്ററലി വേറെ ഒരു വഴിയില്ല. തിർണ എന്ന് പറയുന്ന വില്ലേജിലേക്ക് എത്താൻ ഇവർക്കൊന്നും വേറെ വഴിയില്ല. ഇവർക്ക് അത്രയും ദൂരം നടക്കണം. ഞങ്ങൾ കുറേ ലോക്കൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ നടക്കുന്ന ആൾക്കാരെ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ടിക്കറ്റും എടുത്ത്, അവരും പറയുന്നുണ്ട് കേട്ടോ റെയിൻബോ ഫോൾസിലേക്ക് പോകുമ്പോൾ ഗൈഡ് വേണം എന്നുള്ളതൊക്കെ അവരും എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എത്തി. ഞങ്ങൾക്ക് ഇതേപോലത്തെ പ്രകൃതിയുടെ കാര്യങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ നേച്ചർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിങ്ങും കാണാൻ കൗതുകം ഇതുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഒരുപക്ഷെ എല്ലാ ആൾക്കാർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇതിപ്പോൾ വെറുതെ 2 ബ്രിഡ്ജാണ് റൂട്ട് വെച്ചുണ്ടാക്കിയിരിക്കുന്നത്. ചിലർക്ക് ഇത് എന്താണെന്നൊക്കെ ചോദിക്കാം. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾക്കിത് ഭയങ്കര എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രക്ക്.
ഇവിടെ സൈഡിൽ അതേപോലെ തന്നെ ഇവർ മീനിനെ വളർത്തുന്നുണ്ട് കേട്ടോ. മേഘാലയയിലെ വെള്ളം കണ്ടില്ലേ എന്ത് ക്ലിയർ വാട്ടറാന്ന്. അതിലിങ്ങനെ മീൻ കുറേ ഒരേ ടൈപ്പ് മീൻ തന്നെയാണ്. നമുക്ക് അതിന് സൈഡിൽ കടയുണ്ട്, അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ സൈഡിലെ കടയിൽ ഞങ്ങൾ കുറേ നേരം ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് സൈഡിലെ കടയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മാഗിയൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അത്ര ദൂരം നടന്ന് വന്നതല്ലേ, ഒരു റെസ്റ്റിംഗ് പ്ലേസ് പോലെ ആയിരുന്നു ഞങ്ങൾക്കത് കേട്ടോ. നല്ല തണുപ്പത്ത് റിലാക്സ് ചെയ്ത് കുറേ ടൈം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ റെയിൻബോ ഫോൾസിലേക്ക് പോകുന്നത്. ഈ ബ്രിഡ്ജിലൂടെയൊക്കെ നടന്നൊക്കെ നോക്കി, മുകളിലത്തെ ബ്രിഡ്ജും നല്ല തിരക്ക് കുറവായിരുന്നു കേട്ടോ. എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നേ കുറച്ച് ഹിന്ദിക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച്, ഫുഡല്ല മാഗിയാണ് അവിടുത്തെ ഫുഡ് കേട്ടോ. ആ ദിവസം മൊത്തം മാഗിയിലാണ് സർവൈവ് ചെയ്തത് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഫുഡ് വേണം എന്നാലേ എനർജി കിട്ടൂ എന്നുള്ള സാധനം ഞാൻ കഴിഞ്ഞതിൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. ഈ ദിവസം ഞാൻ മനസ്സിലാക്കിയ കാര്യം ചോറ് വേണം. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ചോറാട്ടോ. രാവിലെ ഉച്ചയ്ക്ക് രാത്രി ചോറാണ് ഇവർ കഴിക്കുന്നത്. ഇവർ എന്തുകൊണ്ടാണ് ചോറ് കഴിക്കുന്നതെന്ന് എനിക്ക് ഈ ദിവസമാണ് മനസ്സിലായത്. കാരണം ഇത്രയൊക്കെ നടക്കുമ്പോൾ എന്തായാലും ചോറ് തന്നെ വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, ഇല്ലാതെ എനർജി കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു തിരിച്ച് വരുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാം ഉച്ചയ്ക്ക്. റെയിൻബോ ഫോൾസ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ചോറ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ നടന്നത് കേട്ടോ. ഇത് കുറച്ച് അണ്ടർ വാട്ടർ ഷോട്ട്സ് മഞ്ജിത്ത് എടുത്തതാണ്. കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് പറയല്ലേ. അപ്പോൾ അതിൽ കുറേ നേരം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കളഞ്ഞത് കേട്ടോ. ഇത് ലിച്ചി ട്രീ ആണ് കേട്ടോ. ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇത് കായ്ക്കുക. ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ ഇങ്ങനെ പറയില്ലേ, നമ്മുടെ അച്ഛനമ്മമാർ ഡയലോഗ് അടിക്കൂലേ, ഞങ്ങൾ പണ്ട് കല്ലും മുള്ളും കാടും മലയും കയറി ഇറങ്ങിയിട്ടാണ് സ്കൂളിൽ പോയെന്ന്. എനിക്ക് തോന്നുന്നു അവർ തള്ളുന്നതാണ്. കാരണം ഇവിടുത്തെ ശരിക്കും അതാ ചെയ്യുന്നത്. ഇവിടെയൊക്കെ കണ്ട വില്ലേജ് ഉണ്ട്. ഇവിടെ നിന്ന് ഇവർ സ്കൂളിൽ പോകണമെങ്കിൽ പിള്ളേർ ഈ മല കയറണം. ഞങ്ങളതേ ആ മലയിലാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ വണ്ടി വെച്ചിരിക്കുന്നത്. ആ മലയുടെ അപ്പുറത്തെ സൈഡിൽ ഇവർ ലിറ്ററലി കാടും മലയും കയറി ഇറങ്ങിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ലിവിങ് റൂം ബ്രിഡ്ജിൽ നിന്ന് നടന്നു തുടങ്ങിയപ്പോൾ തന്നെ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റെപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ലെവലായിട്ടുള്ള സ്ഥലത്തൂടെ ആയിരുന്നു നടത്തം. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. പക്ഷെ അത് വളരെ കുറച്ച് നേരം എൻ്റെ ആ സമാധാനം നിന്നുള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ റെയിൻബോ ഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിന്നൊരു ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിൽ നിന്നൊരു 1 hour ഉണ്ടെന്നാണ് അവിടെ എഴുതി കാണിച്ചത്. നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ ട്രക്കിൻ്റെ അഡ്വഞ്ചറസ് പാർട്ട് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. കണ്ടോ, ഈ വേരുകളുടെ ഇടയിലൂടെയൊക്കെ പോയി പാറകളുടെ മേലെയോടെയൊക്കെ പോയി അഡ്വഞ്ചറസ് ട്രക്കിംഗ്. പ്രോപ്പർ വഴിയില്ല, നമ്മളിങ്ങനെ പാറകളുടെ മേലെ കൂടെയൊക്കെ നടക്കുക. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, എനിക്കിതൊക്കെ കാണുമ്പോൾ കൊള്ളാം, എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വഴി തെറ്റാൻ സാധ്യതയുള്ളത് കേട്ടോ. കാരണം പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും അവിടെ ഡയറക്ഷൻ ബോർഡോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഗൈഡ് ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ദൂരം നടന്നായപ്പോൾ മതിയായിട്ടോ. തിരിച്ചു പോയാലെന്ന് ഞാൻ പല സമയത്ത് ചിന്തിച്ചു. പിന്നെ അവിടെയൊക്കെ ഞാനിനി എങ്ങാനും വഴിയിൽ വല്ല കടയിലിരിക്കാം. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വല്ല കടയിലിരിക്കാം, മഞ്ജിത്തും ഗൈഡും കൂടെ പോയി കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവനും ട്രിപ്പ് ഒരു ഇതാവില്ല, അവനും തിരിച്ചു വരും, പോണ്ടെന്ന് പറയും. അപ്പോൾ ഞാനത് സ്പോയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ ഇത്രയ്ക്ക് വന്നതല്ലേ, എന്നാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി എല്ലാവരെയും കൊണ്ട് പറ്റുമെങ്കിൽ എന്നെക്കൊണ്ടും പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര സ്വന്തമായി മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത് കേട്ടോ. ഫൈനലി ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല കേട്ടോ. അത്രയ്ക്ക് ഞാൻ ഹാപ്പിയായി ഈ ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ. ഒരുപക്ഷെ ഇത് പലർക്കും വലിയൊരു ട്രക്കൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്നാൽ കൂടെയും എനിക്കിത് വലിയ ട്രക്കായിരുന്നു. ഞാൻ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എൻഡിങ്ങിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു കണ്ടെയ്ൻമെൻറ്റ്, നമുക്കിങ്ങനെ ഇത് കാണാനല്ലേ ഇത്ര കഷ്ടപ്പെട്ട് വന്നേ, എല്ലാം വേർത്താണെന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ഡിസ്നി മൂവിയിലൊക്കെ പോയതുപോലെ അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ഐസ് കോൾഡ് വെള്ളം. കുളിക്കാൻ തോന്നും കേട്ടോ, പക്ഷെ കുളിക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം അവിടെ ഗാർഡ്സൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ ആക്സിഡൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട് പണ്ടൊക്കെ, അതുകൊണ്ട് കുളിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ വെള്ളത്തിൽ കളിച്ച് വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി കാലൊക്കെ ഇട്ട് കുറേ നേരം അവിടെ നിന്നു കേട്ടോ. കുറേ നേരം ആ കാഴ്ച കണ്ടു തോന്നുന്നു. എത്ര നേരം എന്ന് പറയാറില്ല, അത്ര നേരം കണ്ണിന് കണ്ട് മതിയാവോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴക്കാലത്ത് ഇതിലും ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടു. പിന്നെ ഈ റെയിൻബോ ഫോൾസ് എന്ന് പറയാൻ കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഒരു റെയിൻബോ ഫോം ചെയ്യും കേട്ടോ. ഞങ്ങളത് കണ്ടില്ലായിരുന്നു, പക്ഷെ അതുകൊണ്ടാണ് ഇതിന് റെയിൻബോ ഫോൾസ് എന്ന് പറയുന്നത്. പിന്നെ ലൈറ്റിൻ്റെ സാധനമൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും കാണില്ലല്ലോ ഈ റെയിൻബോ ഒന്നും. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലായിരുന്നു, പക്ഷെ എന്നാലും റെയിൻബോ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടെയും
നല്ലപോലെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ലപോലെ സന്തോഷമായി. ഞങ്ങളത് കൺകുളിർക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ. റെയിൻബോ ഫോൾസിൻ്റെ അവിടെ ഇതേപോലെ ഒരു കുട്ടി കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാഗിയും കഴിച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ബ്ലൂ ലഗൂൺ എത്തിയപ്പോൾ അവിടെ ലൈഫ് ജാക്കറ്റ് തരും, നമുക്ക് ഡ്രസ്സൊക്കെ തരും കേട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അവിടെ കുറേ നേരം നീന്തി കളിച്ചു കേട്ടോ. മതിയാവോളം അവിടെയും കളിച്ചു. കാരണം നീല വെള്ളം നമുക്കിനി എപ്പോഴാണ് കാണാൻ പറ്റുമോ അറിയില്ലല്ലോ. എൻ്റെ മുഖമൊക്കെ തോന്നുന്നു അല്ലേ? നോക്ക് വേർത്തൊഴുകി. ഞങ്ങൾ 4th ഹില്ലെത്തി. ഇതുകൂടെ കഴിയുമ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ചു കയറി വരുമ്പോഴാട്ടോ ഞങ്ങൾ പ്രണവ് മോഹൻലാലിനെ കണ്ടത്. ഞങ്ങൾ ശരിക്കും ഞെട്ടിട്ടോ. കാരണം ആരാണ് ഈ നടന്നു വരുന്നതെന്ന് പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ അത്ര ടയേർഡാണ്. ശരിക്കും പ്രണവിൻ്റെ അടുത്ത് ബാഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ലായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ പാസ് ചെയ്ത് പോയ പോലെ പോയി തന്നെ. പക്ഷെ ബാഗ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ പ്രണവിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ആ പ്രണവിനെ കണ്ട ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷത്തിൽ തന്നെ ഞങ്ങൾ നടന്നു കേട്ടോ. പിന്നെയാണ് ഞങ്ങൾ കുറേ സ്റ്റെപ്പുകൾ ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല കയറിയത്. ആ മലയുടെ ഇടയിലുള്ളവിടെ റെയിൻബോ ഫോൾസ്. ഈ വില്ലേജ്, അവിടെ കാണുന്ന വില്ലേജ് നോങ്ക്രിയാത്ത ട്രക്ക്. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഈ സ്റ്റെപ്പിലൂടെ കയറി ഇവിടെ ഇരിക്കുന്നു. ഇനിയും കുറേ സ്റ്റെപ്പുണ്ട്. അങ്ങനെ വൈകിട്ട് 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ ട്രക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ.